നമസ്കാരം, മാസ്കോം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന സതീഷ്. പ്രധാന വാർത്തകൾ. നോക്കുകുത്തിയായി കോടിമത മാർക്കറ്റിലെ കുളവാഴ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് 12 വർഷം. കോട്ടയം PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് തുടങ്ങിയ പുതിയ ക്യാന്റീൻ ഭക്ഷണപ്രേമികളുടെ മനം കവരുന്നു. പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി കോട്ടയം ബെസ്റ്റ് ബേക്കറി. നിയമങ്ങൾ ലംഘിച്ച മുനിസിപ്പാലിറ്റി ഉഴുതുമറിച്ച് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം. വാർത്തകൾ വിശദമായി. കുളവാഴയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി വൻ പരാജയം. 42 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് പ്രവർത്തിച്ചത് വെറും 6 മാസം മാത്രം. കൊടൂരാറിന്റെ തീരത്ത് സ്മാരകശില പോലെ ഒരു ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ്. കുളവാഴയ്ക്കൊപ്പം മാർക്കറ്റിലെ മറ്റു മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയെങ്കിലും ഏതാനും ആഴ്ചകൾ മാത്രമാണ് പ്ലാന്റ് പ്രവർത്തിച്ചത്. അതിൻ്റെ പ്രൊപ്പല് ഒരു സാധനത്തിന് 25,000 രൂപ വിലയുള്ള സാധനം അത് പെട്ടെന്ന് ഡാമേജ് ആയപ്പോൾ മുനിസിപ്പാലിറ്റി ആ പ്രോജക്റ്റ് പിന്നെ അത് വർക്ക് ചെയ്തിട്ടില്ല. എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ വന്നു. അതിപ്പോൾ അന്ന് എടുത്തത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലും അത് ഒരു യാതൊരുവിധ പ്രയോജനമില്ലാതെ ഇവിടെ കിടക്കുകയാണ്. സർക്കാർ സ്ഥാപനമായ റെയ്ഡ്കോ നിർമ്മിച്ച് ഫിഷറീസ് വകുപ്പിന് കൈമാറിയ പദ്ധതിയാണിത്. കൃത്യമായ ആസൂത്രണമില്ലാതെ നിർമ്മിച്ചതാണ് ഇതിന്റെ പരാജയത്തിന് കാരണം. പുതുതായി നിർമ്മിച്ച മാർക്കറ്റിനോട് ചേർന്ന് 42 ലക്ഷം രൂപ ചിലവഴിച്ച് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഈ പദ്ധതിയെക്കുറിച്ച് ഇന്ന് കേട്ടുകേൾവി പോലുമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇവിടെ ഒരു 4 വർഷമായിട്ട് വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ്. പക്ഷെ ഞാനിതുവരെ വന്നിട്ട് ഇവിടെ ഈ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടോ അവിടെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇവിടെ കിട്ടുന്നതായിട്ടോ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ വ്യാപാരികൾക്കും ഇവിടെയുള്ള ബാക്കി ആളുകൾക്കൊക്കെ വളരെ ഉപകാരമാണ്. കോടിമത മാർക്കറ്റിലെ മുഴുവൻ വൈദ്യുതി വിളക്കുകളും തെളിയിക്കേണ്ട പദ്ധതി മരവിച്ചതോടെ ഇല്ലാതാകുന്നത് കുട്ടനാട് പാക്കേജിലെ പ്രധാന പ്രഖ്യാപനമാണ്. കടുത്ത വൈദ്യുതി പ്രശ്നത്തിനിടയിൽ നഗരസഭയ്ക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പദ്ധതി നിലച്ചെങ്കിലും പ്രവർത്തിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കോടിമത പച്ചക്കറി മാർക്കറ്റിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് എങ്ങും എത്താതെ പോയിരിക്കുകയാണ്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജൈവമാലിന്യങ്ങളെ പൾപ്പ് രൂപത്തിലാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ തിരികെ വരവ് ഇവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കോടിമതയിൽ നിന്നും മാസ്കോം ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പൂജയ്ക്കൊപ്പം ട്രീസ ജോസ്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള PWD റെസ്റ്റ് ഹൌസിൽ പുതുതായി തുറന്ന ക്യാന്റീനിന് മികച്ച പ്രതികരണം. സ്വകാര്യ വ്യക്തികൾ പാട്ടത്തിനെടുത്താണ് ഇത്തരമൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഊണ്, പ്രഭാത, സായാഹ്ന ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ട് കോട്ടയം PWD റെസ്റ്റ് ഹൌസിൽ പുതിയ ക്യാന്റീൻ നവംബർ 24 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനുള്ള പദ്ധതികളുടെ ഒരു ഭാഗം കൂടിയാണിത്. ഇവിടെ നിന്ന് സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ ഭക്ഷണം കഴിക്കാം. ഒപ്പം കാറ്ററിംഗ് ഓർഡറുകളും ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 ആഴ്ചയാകുന്നു. അപ്പോൾ ഇതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അതുപോലെ തന്നെ ആളുകൾ എത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ ലഭിക്കുന്നുണ്ടോ? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണമാണ് എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും വളരെ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാറ്ററിംഗ് ഓർഡറുകളാണെങ്കിലും ചെറുതും വലുതുമായി നിരവധി ഓർഡറുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കാറ്ററിംഗ് മേഖലയിൽ നമുക്ക് മുൻപരിചയമുള്ളതാണ്. കാറ്ററിംഗ് മേഖലയിൽ നമ്മൾ റേറ്റ് വളരെ കുറച്ചുകൊണ്ട് ജനങ്ങൾക്കൂടെ ഭക്ഷണം കഴിക്കത്തക്ക രീതിയിലാണ് നമ്മൾ മെനു തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഭക്ഷണങ്ങളുടെ മറ്റ് ഹോട്ടലുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ റേറ്റ് കുറവാണോ? അതുപോലെ തന്നെ ഭക്ഷണ സമയങ്ങളിൽ ഇവിടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഭക്ഷണ സമയങ്ങളിൽ ഉച്ച സമയങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റ് ഹോട്ടലുകളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വില വളരെ കുറവാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്.
നമ്മൾ തന്നെ മുളക്, മല്ലി, മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിച്ച് പൊടിപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ കിച്ചണാണെങ്കിലും ഓപ്പൺ കിച്ചണാണ്. നമ്മൾ കെമിക്കലുകളോ മറ്റ് അനാവശ്യമായ സാധനങ്ങളൊന്നും ഭക്ഷണത്തിൽ ആഡ് ചെയ്യാറില്ല. നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ഈ ഒരു പദ്ധതി കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദന. സിറിയയിൽ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീർ. നോക്കാം അന്തർദേശീയ വാർത്തകൾ. വിമതർ ഭരണം പിടിച്ച സിറിയയിൽ കാവൽ പ്രധാനമന്ത്രിയായി സാൽവേഷൻ സർക്കാരിന്റെ തലവൻ മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ച് HTS. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഇറ്റലി പ്രവിശ്യ ഭരിച്ചിരുന്ന മുഹമ്മദ് അൽ ബഷീർ ബഷാർ അൽ അസദിനെ പുറത്താക്കാൻ വിമതരെ സഹായിച്ചവരിൽ പ്രധാനിയാണ്. ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. നിലവിൽ $1.7 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതെന്നും ഇന്ത്യൻ സമൂഹത്തിന് ബഹ്റൈൻ ഭരണാധികാരികളും പൗരന്മാരുമായി നൽകുന്ന ആദരവിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യ പാക്കിംഗ് കേന്ദ്രം തുടങ്ങി UAE-ലെ സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായമാകുന്നതാണ് പുതിയ കേന്ദ്രമെന്ന് സെക്രട്ടേറിയറ്റ് ജനറൽ അബ്ദുൽ അൽ ഉമൈദാർ പറഞ്ഞു. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വ്യത്യസ്ത രുചികളിലൂടെ കോട്ടയത്തിന്റെ മനം കവർന്ന ബെസ്റ്റ് ബേക്കേഴ്സ് 2 വർഷത്തിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. മാസ്കോം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയത്തെ ബെസ്റ്റ് ബേക്കേഴ്സിന് 2 വർഷത്തിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഉടമസ്ഥനായ ഗോപാലകൃഷ്ണൻ പ്രായാധിക്യം മൂലം ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാലാണ് ഈ തീരുമാനം. കേരളത്തിൽ ആദ്യമായി പ്ലം കേക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ബെസ്റ്റ് ബേക്കറിക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രം. 1883 തുടങ്ങിയ ബേക്കിംഗ് പാരമ്പര്യമാണ് അവസാനിപ്പിക്കുന്നത്. 2021 പൂട്ടിയ ബെസ്റ്റ് ഹോട്ടലിന് പിന്നാലെയാണ് ബേക്കറിയും ഓർമ്മയിൽ നിന്ന് മായുന്നത്. ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം പ്ലം കേക്ക് ഉണ്ടാക്കി നൽകിയ തലശ്ശേരി മാമ്പള്ളി ബാപ്പുവിന്റെ കുടുംബം ഇന്ന് എത്തി നിൽക്കുന്നത് പിൻതലമുറക്കാരനായ APM ഗോപാലകൃഷ്ണനിലാണ്. എനിക്ക് 78 വയസ്സായി. ഇനി ഒരു 2 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആരും ഏറ്റെടുക്കാൻ ആളില്ല. ഇപ്പം ജോലിക്കാരാണെങ്കിൽ അവരെ എങ്ങനെയാണ് അവരെ ഏൽപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് മുടക്കാനുള്ള കാശുണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ സമ്മതമാണ്. രുചിയും മണവും നിറവും കൊണ്ട് നമ്മെ കൊതിപ്പിക്കുന്ന ഒരുപാട് മധുര പലഹാരങ്ങളും നാവിൽ അലിഞ്ഞിറങ്ങുന്ന ബട്ടർ ബീൻസുമാണ് ഇവിടത്തെ മുഖ്യ ആകർഷണം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കും ക്രിസ്പി ആയിട്ടുള്ള പപ്സ്, സ്പൈസി ചിക്കൻ റോൾ, ചീസ് സ്ട്രോ തുടങ്ങി നിരവധിയാണ് ബെസ്റ്റ് ബേക്കേഴ്സിലെ ഐറ്റങ്ങൾ. ബെസ്റ്റ് ഹോട്ടലിൽ തുടങ്ങി ബെസ്റ്റ് ബേക്കറിയിൽ എത്തി നിൽക്കുന്ന ഈ കുടുംബത്തിന്റെ യാത്രയിൽ 1/2 നൂറ്റാണ്ടിന്റെ കഥ പറയാൻ നാരായണ കൈമളുണ്ട്. ഈ സ്ഥാപനത്തിനുള്ള നമുക്കുള്ളൊരു ആ ഒരു ഫ്രീഡം നമുക്ക് വേറൊരു മാനേജ്മെന്റിന്റെ അടുത്ത് പോയാൽ നമുക്ക് കിട്ടത്തുമില്ല. അതുമല്ല, നമുക്കൊരു അങ്ങനെ ഒരു ഇതിലോട്ട് ഇനി പോകാൻ സാധിക്കുകയില്ല. നമുക്ക് ആലോചിക്കാനേ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം പ്രായമായെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ഒരു സ്ഥാപനത്തിനോടുള്ളൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ജോലിക്ക് നിൽക്കുന്നതും അവർ നമ്മളെ നിർത്തിയിരിക്കുന്നതും. ഏറ്റെടുക്കാൻ പിന്മുറക്കാർ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ കോട്ടയത്തിന്റെ വികാരമായ ബെസ്റ്റ് ബേക്കറിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് വേദനാജനകമാണ്.
കേക്കും ക്രിക്കറ്റും ഒരു കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ അപൂർവ കഥയാണ് APM ഗോപാലകൃഷ്ണന് പറയാനുള്ളത്. 2 വർഷത്തിനുള്ളിൽ ബെസ്റ്റ് ബേക്കറി അടച്ചുപൂട്ടുന്നത് കോട്ടയത്തിന്റെ രുചി പൈതൃകത്തിന് വലിയൊരു നഷ്ടമായിരിക്കും. ക്യാമറ പേഴ്സൺ റിയോടൊപ്പം പൂജ വിനോദ്, മാസ്കോം ന്യൂസ്, കോട്ടയം. കായിക മൈതാനം ഉഴുതുമറിച്ച് മുനിസിപ്പാലിറ്റി. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാതെ വൃത്തിഹീനമായി നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം. കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. വിവരങ്ങളുമായി ഗോപിക മനോജ് ചേരുന്നു. ഗോപിക, എന്താണ് നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇത്രയും ശോചനീയമാകാനുള്ള കാരണം? നന്ദന, കഴിഞ്ഞ മാസം അവസാനം നടന്ന ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് മൈതാനം ഈ അവസ്ഥയിലായത്. പരിപാടി അവസാനിച്ച് 10 ദിവസമായിട്ടും വേദി പൊളിച്ചു മാറ്റുകയോ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുകയോ ചെയ്തിട്ടില്ല. കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ നാഗമ്പടം സ്റ്റേഡിയം. ഇത്തരത്തിലൊരു പരിപാടി നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നു? സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കായിക പരിപാടികളല്ലാതെ മറ്റു പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ നിയമം ലംഘിച്ചാണ് മുനിസിപ്പാലിറ്റി അനുവാദം കൊടുത്തത്. ഇതിനെതിരെ കോട്ടയം ക്രിക്കറ്റ് അസോസിയേഷൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നന്ദന, വിവരങ്ങൾ നൽകിയത് ഗോപിക മനോജ്. 100 എയർ ബസുകൾ കൂടി വാങ്ങാൻ എയർ ഇന്ത്യ. ബിസിനസ് വാർത്തകളുമായി പൂജ വിനോദ്. നമസ്കാരം. ഇന്നത്തെ പ്രധാന ബിസിനസ് വാർത്തകൾ. എയർ ഇന്ത്യ 100 എയർ ബസുകൾ കൂടി വാങ്ങാൻ ഓർഡർ നൽകി. എയർബസ്, ബോയിംഗ് കമ്പനികളിൽ നിന്ന് 470 വിമാനങ്ങൾക്ക് നൽകിയ മെഗാ ഓർഡറിന് പുറമെയാണിത്. ഇതോടെ ആകെ ഓർഡർ ചെയ്ത വിമാനങ്ങൾ 570 ആകും. പുതിയ 10 എണ്ണത്തിൽ 10 A350 വിമാനങ്ങളും 90 A320 വിമാനങ്ങളുമാണ്. എയർബസിൽ നിന്ന് മാത്രം 320 വിമാനങ്ങളാണ് എയർ ഇന്ത്യയിലെത്തുന്നത്. സ്ഫോടനാത്മകമായ വളർച്ചയ്ക്കൊരുങ്ങുകയാണ് ഇന്ത്യയിലെ പാദരക്ഷാ വ്യവസായം. ആഗോള ഫുട്വെയർ ഭീമന്മാരുടെ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് തമിഴ്നാട്. രാജ്യത്തെ പാദരക്ഷാ ഉൽപാദനത്തിൽ 32%, വിപണി പങ്കാളിത്തമുള്ള സംസ്ഥാനത്തിന്റെ ആകർഷകമായ പാദരക്ഷാ നയങ്ങൾ അഡിഡാസ്, പ്യൂമ, റീബോക്ക് തുടങ്ങിയ വൻകിട കമ്പനികളെ പ്രലോഭിപ്പിക്കുന്നു. 2030ഓടെ ഇന്ത്യൻ പാദരക്ഷാ വിപണി ഇപ്പോഴത്തെ 2.2 ലക്ഷം കോടി രൂപയിൽ നിന്ന് 7.6 ലക്ഷം കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷ. ഓഹരി വിപണിക്ക് ഇന്ന് പ്രതീക്ഷയുടെ തുടക്കം. സെൻസെക്സ് 150 പോയിന്റിന് ഉയർന്നു. നിഫ്റ്റി 24,650 മുകളിൽ. അൾട്രാടെക് സിമന്റ്, ബ്രിട്ടാനിയ, നെസ്ലെ എന്നീ കമ്പനികൾക്ക് നേട്ടവും അദാനി പോർട്ട്, HCL, ICICI ബാങ്ക് എന്നിവയ്ക്ക് നഷ്ടവും നേരിട്ടു. ബാങ്കിംഗ് മേഖലയിൽ വന്ന നഷ്ടം ഇൻഫോസിസ്, അൾട്രാടെക് സിമന്റ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയുടെ നേട്ടത്തിന് തിരിച്ചടിയായി. ഇതോടെ ബിസിനസ് വാർത്തകൾ അവസാനിക്കുന്നു. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നോക്കുകുത്തിയായി കോടിമത മാർക്കറ്റിലെ കുളവാഴ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് 12 വർഷം. കോട്ടയം PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് തുടങ്ങിയ പുതിയ ക്യാന്റീൻ ഭക്ഷണപ്രേമികളുടെ മനം കവരുന്നു. പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി കോട്ടയം ബെസ്റ്റ് ബേക്കറി. നിയമങ്ങൾ ലംഘിച്ച് മുനിസിപ്പാലിറ്റി ഉഴുതുമറിച്ച് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയം. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.